ശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, ഈശ്വരൻ നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള വരദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർക്ക് വലിയ സമ്പത്തുണ്ടാകും, ചിലർക്ക് വലിയ ഉദ്യോഗമുണ്ടാകും, ചിലർക്ക് വലിയ പഠിപ്പുണ്ടാകും, ചിലർ കലകളിലും മറ്റും പ്രാവീണ്യമുള്ളവരായിരിക്കും. അങ്ങനെ പല കഴിവുകളും നമുക്കുണ്ടാകാം. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരൽപ്പം അഭിമാനം, ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന തോന്നൽ അറിയാതെ വന്നു പോകും. ചിലപ്പോഴൊക്കെ വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകടമാക്കുകയും ചെയ്യും. ലോക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും ശരി, ഞാൻ കേമത്വം നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമാണ്. ഞാൻ നന്നായി ധ്യാനിക്കുന്നു, ജപിക്കുന്നു, എനിക്ക് നല്ല ശാസ്ത്രജ്ഞാനമുണ്ട് എന്നൊക്കെയുള്ള ഭാവനയിലായിരിക്കും സാധകരിൽ ഈ ഭാവം വളരുന്നത്. ഇത് ഉള്ളിലുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വേണ്ടത്ര ആദരവ് കിട്ടിയില്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകുന്നു. ഈ ഭാവം ഉള്ളിൽ വളർന്നു നാം മറ്റുള്ളവരെ അനാദരിച്ചുവെന്നും വരാം. ലക്ഷ്യബോധമുള്ള സാധകർക്ക് പോലും ഈ അബദ്ധം പിണയാറുണ്ട്. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എന്നാൽ നമ്മുടെ അഹങ്കാരത്തെ ഏറ്റവും അധികം വെറുക്കുകയും ചെയ്യുന്ന ആളാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു. ഒരു ഭക്തന്റെ ഉള്ളിൽ അഹംഭാവം വളരുന്നത് കണ്ടാൽ തൽക്ഷണം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടത് ഈശ്വരൻ ചെയ്യും. ഒരു പൂന്തോട്ടത്തിലെ ചെടികളും പൂക്കളുമെല്ലാം പുഴുക്കൾ തിന്ന് നശിപ്പിക്കുന്നത് കണ്ടാൽ തോട്ടം സൂക്ഷിപ്പുകാരൻ ഉടൻ തന്നെ ആ പുഴുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുന്നു. അതുപോലെ ശിഷ്യ മനസ്സിൽ അഹങ്കാരമാകുന്ന സർപ്പം പണമുയർത്തുമ്പോഴെല്ലാം അതിനെ ചവിട്ടിത്താഴ്ത്താൻ ഗുരു ജാഗരൂകനാകും. ഗുരു അങ്ങനെ ചെയ്യുമ്പോൾ ശിഷ്യനു നന്നായി വേദനിച്ചേക്കാം. എന്നാൽ ശിഷ്യന്റെ നന്മയെ മാത്രം ലക്ഷ്യമാക്കിയാണ് ഗുരു അങ്ങനെ ചെയ്യുന്നത്. ഒരു പാറക്കല്ലിലെ അനാവശ്യ ഭാഗങ്ങൾ അടർത്തി കളയുമ്പോഴാണല്ലോ അതിലുള്ള ഈശ്വര രൂപം തെളിയുന്നത്. ദേഹത്തോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുമുള്ള മിഥ്യാഭിമാനമാണ് ശിഷ്യനെ വേദനിപ്പിക്കുന്നത്. അതിൽ നിന്നു അവനെ ആനന്ദ സ്വരൂപത്തിലേക്ക് ഉയർത്തുകയാണ് ഗുരു ചെയ്യുന്നത്. എന്നാൽ അത് സാധ്യമാകണമെങ്കിൽ വിനയവും സമർപ്പണഭാവവും ശിഷ്യനിൽ ഉണ്ടാകണം. ഹരി ഓം നമഃ ശിവായ.